ന്യൂസി ഒരു വീഡിയോ ഇട്ടു. അത് നമ്മൾ ആരുടെയും പേരോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു പക്ഷെ നിങ്ങൾക്ക് ഒന്ന് ഗസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന ആളേ ഉള്ളൂ. അത്രയ്ക്ക് സുപരിചിതയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. 2 ദിവസം മുന്നേ ഞങ്ങൾ ഇങ്ങനെയൊക്കെ എന്ന് പറയുന്ന ചാനലിൽ ദീപ്തി ടീച്ചർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാട്ടിലെ ആദിവാസി ഒരു കുട്ടി പ്രഗ്നന്റ് ആയതിനെ പറ്റിയിട്ടായിരുന്നു ഇട്ടത്. അതിനകത്ത് അവർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, എൻ്റെ തോളയിൽ ഞാൻ കൈയിട്ടുകൊണ്ട് നടക്കുന്നത്. അത് മാത്രമല്ല, എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഈ പെൺകുട്ടി ആരാന്ന് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ അങ്ങനെ കൊണ്ടു നടന്നൊരു കുട്ടി ഇതുപോലെ പ്രഗ്നന്റ് ആയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം പ്രഗ്നൻസി കിറ്റൊക്കെ മേടിച്ചിട്ട് അവരുടെ വീട്ടിലോട്ട് പോകാൻ നോക്കി. ആ പെൺകുട്ടിയെ കാണാൻ ശ്രമിച്ചു, പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. എന്തായാലും ഇത് അറിയിക്കേണ്ട അധികാരികളെ ഈ ഒരു കാര്യം അറിയിക്കണം എന്നൊക്കെ വെച്ചിട്ടായിരുന്നു ആ ഒരു വീഡിയോ. പുള്ളിക്കാരത്തി ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് ആദ്യമേ ആ ഇട്ട വീഡിയോയ്ക്ക് ശേഷം പിന്നെ എന്ത് സംഭവിച്ചു എന്ന് ഉള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. എന്തായാലും നമുക്ക് ആദ്യമേ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ന്യൂസി ഒരു വീഡിയോ ഇട്ടു. അത് നമ്മൾ ആരുടെയും പേരോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ കാട്ടില് എന്ന് പറഞ്ഞു. കാട്ടിലെന്ന് പറയുമ്പോൾ അവിടെ നാട്ടിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, KCB ജോലി ചെയ്യുന്ന വർക്കേഴ്സ് ഉണ്ട്, പവർ ഹൗസിൽ അല്ലാതുള്ള വർക്കേഴ്സ് ഉണ്ട്, ക്യാൻറ്റീൻ നടത്തുന്ന ആൾക്കാരുണ്ട്, വേറെ ഒരു വർക്കേഴ്സ്, ഒരുപാട് ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതായത് ഒത്തിരി ആൾക്കാരുണ്ട് കാട്ടിലെന്ന് മാത്രം പറഞ്ഞു. ഒരു കൊച്ചിന്റെ പേര് പറഞ്ഞിട്ടില്ല, കൊച്ചിന്റെ അച്ഛന്റെ പേര് പറഞ്ഞില്ല, അമ്മയുടെ പേര് പറഞ്ഞില്ല, അമ്മായിന്റെ പേര് പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. പിന്നെ ഞാൻ ഈ കാട്ടിൽ മാത്രമല്ല പോകുന്നത്. ഇവിടുന്ന് ഗവി വരെ എന്ന് പറയുമ്പോൾ ഒരു 70 കിലോമീറ്റർ ഉണ്ട്. ഈ 70 കിലോമീറ്ററിൽ കുറച്ചായിട്ട് കുറേ ടൈപ്പ് ആൾക്കാരുണ്ട്. അതിൽ കുറേ പേർക്കൊന്നും വീഡിയോയിൽ വരുന്ന ഇഷ്ടമല്ല, ചില ഭാഗങ്ങളിലൊന്നും വീഡിയോയെ എടുക്കുന്ന ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. നമ്മൾ എടുക്കാറില്ല. എടുക്കുമ്പോൾ കുഴപ്പമില്ലാത്തവരുടെ മാത്രം വീഡിയോകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ആദ്യത്തെ വീഡിയോയിൽ ഇവർ പറഞ്ഞത്, എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ആ പെൺകുട്ടി ആരാന്ന് മനസ്സിലാവും. പക്ഷേ ആ പെൺകുട്ടിയുടെ പേരോ കാര്യങ്ങളോ നിങ്ങൾ കമന്റ് ഇടരുത്, ഞാൻ കമന്റ് ബോക്സ് ഓഫ് ആക്കും. കാര്യം ആ പേരിട്ട് കഴിഞ്ഞാൽ ഇവർക്ക് നേരെ ആയിരിക്കും പ്രശ്നങ്ങൾ വരുന്നത്. പേരോ ഐഡന്റിറ്റിയോ കാര്യങ്ങളോ ഒന്നും റിവീൽ ചെയ്തുകൂടാ. ഇങ്ങനെയൊക്കെയുള്ള ഒരു കേസില്ല. അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ഒഫൻസ് ആണ്. ഇവർ തന്നെയാണ് ആക്ച്വലി പറഞ്ഞത്, എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും, ഞാൻ തോളെ കൈട്ടുകൊണ്ട് നടന്ന പെൺകുട്ടിയാണ് എന്നൊക്കെയുള്ള രീതിയിൽ. ഒരിക്കലും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് അവിടെ പറയേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോഴേ നിങ്ങൾക്ക് വീഡിയോക്കകത്ത് പറയായിരുന്നു, ഏതോ ഒരു കാട്ടിലുള്ള ഒരു പെൺകുട്ടി ഇതുപോലെ പ്രഗ്നന്റ് ആയി എന്ന് നിങ്ങൾക്ക് പറയായിരുന്നു. പക്ഷെ നിങ്ങളത് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഇപ്പോൾ ഒരു വിഷയമായപ്പം നിങ്ങളത് മാറ്റി പറയുന്നത് പോലെയാണ് എനിക്കത് ഫീൽ ചെയ്യുന്നത്. ഞാൻ കൊച്ചിൻ്റെ ഫോട്ടോ ഇട്ടിട്ടില്ല, അച്ഛൻ്റെ പേര് പറഞ്ഞിട്ടില്ല, അമ്മയുടെ പേര് പറഞ്ഞിട്ടില്ല, ഏതോ ഒരു കാട്ടിലെ പെൺകുട്ടി എന്നുള്ള രീതിയിലാണ് നിങ്ങളിപ്പോൾ സംസാരിക്കുന്നത്. എനിക്കെന്തോ ആ ഒരു സ്റ്റേറ്റ്മെന്റിനകത്തോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. എന്തായാലും നമ്മൾ ഇവരുടെ കഴിഞ്ഞ വീഡിയോയിൽ ഇവർ പറഞ്ഞ കാര്യം ഒന്ന് കണ്ടു നോക്കാം. കിട്ടിയ അറിവും പ്രകാരം നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ കൂടെ, അതായത് ഇങ്ങനെ തോളിൽ കൈ ചേർത്ത് കൊണ്ട് നടന്ന ഒരു പെൺകുട്ടി, ചെറിയ പെൺകുട്ടിയാണ്. അവള് അമ്മയാകാൻ പോകുന്നു എന്ന് ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടി. ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഒരു പക്ഷെ നിങ്ങൾക്ക് ഒന്ന് ഗസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന ആളേ ഉള്ളൂ. അത്രയ്ക്ക് സുപരിചിതയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ദയവ് ചെയ്ത് ആ പേര് വന്ന് ഇന്നയാളാണോ എന്നുള്ള കാര്യം കമന്റിൽ വന്ന് ചോദിക്കരുത്. ഇതിൽ തന്നെ നിങ്ങൾ പറയുന്നുണ്ട്, ഒന്ന് ഗസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കുട്ടി ആരാന്ന് മനസ്സിലാക്കാന്നേ ഉള്ളൂ. കാര്യം അത്രയ്ക്ക് സുപരിചിതമായിട്ടുള്ള ഒരു കുട്ടിയാണ് എന്ന് നിങ്ങൾ ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതാണ് ഞാൻ ഈ ഒരു വിഷയത്തിൽ ഈ ഒരു കാര്യം എടുത്ത് പറയണമെന്ന് എനിക്ക് തോന്നി. കാര്യം കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ സംസാരിച്ചതിൻ്റെ വേറെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ സംസാരിക്കുന്നത്. കാര്യം വേറെ ഒന്നുമല്ല, ഈ ഒരു വീഡിയോയ്ക്കകത്ത് അവർ പറയുന്നുണ്ട്, ആ പെൺകുട്ടിയുടെ വീട്ടുകാരെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു, ആ പെൺകുട്ടിയുടെ ഫോട്ടോയും ഡീറ്റെയിൽസും പോരാത്തന്നെ ആ അമ്മയുടെ ഫോട്ടോ ഉൾപ്പെടെ എടുത്ത് പുറത്ത് വിട്ടു എന്ന് ആൾക്കാർ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു എന്ന് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവർ പറയുന്നുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ശരിക്കും പറഞ്ഞാൽ അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. അവർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഇത് തന്നെയായിരുന്നു. ഇനിയിപ്പോൾ നാളെ ഒരു കാലത്ത് ഇനിയിപ്പോൾ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ട എന്നുള്ള രീതിയിലായിരിക്കാം മേ ബി അവർ ഇങ്ങനെ ഒരു ഡയലോഗ് അടിച്ചത്. എന്തായാലും നമുക്ക് ബാക്കിയുടെ കണ്ടുനോക്കാം. അപ്പം നമ്മളൊരു വീഡിയോ ഇട്ടു, കുറേ പേര് അതിനെടുത്ത് റിവ്യൂ ചെയ്തു. അപ്പൊ റിവ്യൂ ചെയ്തതിൽ കുറെ പേരൊക്കെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു, കുറെ പേരൊക്കെ അതിൽ താഴെ വന്ന് ഘോരഘോരമായി നല്ല കമന്റുകൾ ഇട്ടിരിക്കുന്നു. അപ്പൊ ഞാൻ വേറൊരു കുറെ റിവ്യൂ ചെയ്ത ആൾക്കാരിൽ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ 20-25 മിനിറ്റ് ഒക്കെ ഇട്ടവരുണ്ട്. അപ്പൊ അവർക്കൊക്കെ 1 ലക്ഷം 2 ലക്ഷം വ്യൂ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഇത് എടുത്തിട്ട് നമ്മുടെ കണ്ടിട്ടുകൊണ്ട് കിട്ടിയെന്നല്ല, അവർ ചെയ്തത് മോശമാണെന്നല്ല, അവരുടെ യൂട്യൂബ് വീഡിയോയുടെ ഒരു രീതി അതാണ്. ഓരോരുത്തരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും അന്നന്ന് നടക്കുന്ന സംഭവങ്ങൾ എടുത്തിട്ട് അവരുടെ ഒരു അഭിപ്രായം അതിൽ പറയുക എന്നുള്ളതാണ് നല്ല കാര്യം. റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതില് എനിക്ക് കേട്ടിട്ട് ചിരിയാണോ കരച്ചിലാണോ വരാത്തെന്ന് ഒരാൾ ചെയ്ത ഒരു വീഡിയോ എന്ന് പറയുന്നതിൽ അവര് വളരെ ഘോരഘോരമായി പ്രസംഗിക്കുന്നു. അതിന്റെ താഴെ വന്ന ആൾക്കാർ വന്ന് കമന്റ് ഇടുന്നു, നിങ്ങൾ പറഞ്ഞതാ ശരി, ഈ വഴിയെ ടീച്ചർ സഞ്ചരിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നേ, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 19-20 മിനിറ്റ് ഉണ്ട് ആ വീഡിയോ. ഈ 20 മിനിറ്റ് നിങ്ങൾ ഈ ആൾക്കാരുടെ അടുത്തേക്ക്, ഇപ്പൊ ആരെ പറ്റിയാണോ ഞാൻ വീഡിയോ ചെയ്തത്, അല്ലെങ്കിൽ ഇപ്പം ആ വീഡിയോയിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ കാട്ടിൽ താമസിക്കുന്ന ആൾക്കാരെ ഞാൻ സഹായിക്കുന്നതിന് സാധനങ്ങൾ കൊണ്ടു കൊടുക്കുന്നതിന് പകരം അവർക്ക് വിദ്യാഭ്യാസം നൽകണം, അവർക്ക് ജോലി കൊടുക്കണം, അവരെ നാട്ടിലേക്ക് കൊണ്ടുവരണം, അവർക്ക് പറഞ്ഞു മനസ്സിലാക്കണം, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട്.
20 മിനിറ്റ് വീഡിയോയിൽ പറഞ്ഞ കാര്യം ഇവരുടെ ഇടയിൽ ചെന്ന് ഒരു 20 മിനിറ്റ് ഒന്ന് സംസാരിച്ച് കാണിക്കുക. എന്തായാലും ഒരുപാട് ആൾക്കാർ ഇവരുടെ ആ ഒരു വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് റിയാക്ട് ചെയ്തതിനകത്ത് ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ഷഫീന ബീവി. അപ്പം ഷഫീന ബീവിയുടെ വീഡിയോ പറ്റിയിട്ടാണ് അവരതിനകത്ത് സംസാരിക്കുന്നത്. ഇന്നലെ ആ പുള്ളിക്കാരത്തി ഒരു എക്സ്പ്ലനേഷൻ ആയിട്ടൊക്കെ എന്തോ വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു ഷഫീന ബീവി. എന്തായാലും ഞാനൊരു കേസ് പറയാം. ഇവർ പറഞ്ഞതിനകത്ത് ഒരു കാര്യം ഞാൻ യോജിക്കാം, ഡയലോഗ് അടിക്കാൻ എല്ലാവരെയും കൊണ്ട് പറ്റും, ഇത് ചെയ്ത് കാണിക്കാനാണ് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ട് അല്ലേ. പക്ഷേ എന്തായാലും ഷഫീന ബീവി അതിനകത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ശരിക്കും ഈ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതിനെക്കാട്ടിയും നിങ്ങൾ ആ കുട്ടികൾക്ക് എന്താ പറയണ്ട പ്രോപ്പർ എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇതിപ്പം ഒരു വീഡിയോ നമ്മൾ ഇട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വിമർശിക്കാനും എടുക്കാനുമുള്ള അധികാരം നമുക്കുണ്ട്. അതായത് ഹെൽത്തി രീതിയിൽ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. കാര്യം അവരവരുടെ ഒരു അഭിപ്രായമാണ് അവർ ആ ഒരു വീഡിയോയിൽ പറഞ്ഞത്. പിന്നെ അവർക്ക് ഈ പറയുന്ന പോലെ നിങ്ങൾ ഈ പറയുന്നത് പോലെ ചെന്ന് എന്താ പറയണ്ട ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനും എടുക്കാനും ഒന്നും അവരെ കൊണ്ട് പറ്റത്തില്ല. കാര്യം അവർ തന്നെ ഇന്നലെ അവരുടെ വീഡിയോയിൽ പറയുന്നത് എൻ്റെ ഹെൽത്ത് കണ്ടീഷനും കാര്യങ്ങളും വെച്ചിട്ട് എനിക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചതെന്നാണ് പറയുന്നത്. അതിനെ പറ്റിയിട്ടാണ് ആക്ച്വലി ഇവർ പറഞ്ഞു വരുന്നത്. എന്തായാലും ബാക്കിയുടെ കണ്ടുനോക്കാം. ഈ വീഡിയോ ഇടുന്നത് രാത്രി 8 മണി കഴിഞ്ഞിട്ടാണ്. 8 മണിക്ക് ശേഷം പറ്റാത്തത് അപ്ലോഡ് ആവുന്നത്. പക്ഷെ പിറ്റേന്ന് നേരത്തെ ഇങ്ങനെ കണ്ണ് കീറി വരുന്നതിന് മുന്നേ തന്നെ ഈ എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുക്കാൻ പറ്റുന്ന ആൾക്കാർ അവിടെ എത്തുകയും ഈ കൊച്ചിനെ പറഞ്ഞ് നല്ലോണം അങ്ങ് പേടിപ്പിച്ചു, അച്ഛനെ അമ്മയല്ല. അന്നേ പറഞ്ഞതല്ലേ ഈ പുള്ളിക്കാരിയുടെ അടുത്ത് കാണുകയോ സംസാരിക്കുകയോ ചെയ്യരുത്. അതായത് ആദ്യം കൊച്ചു വന്നില്ലെന്ന് പറഞ്ഞ് കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, കുട്ടിക്ക് നന്ദിയില്ല ഇത്രയും നോക്കിയിട്ടും അങ്ങനെ. അതിനെ പറഞ്ഞ് പേടിപ്പിച്ചു വെച്ചിരിക്കുക. എന്നെ കണ്ടാൽ ഇത് പ്രശ്നമാകും, ഇത് പ്രശ്നമായി കഴിഞ്ഞാൽ ഞാൻ പിടിച്ച് പോലീസുകാരെ കൊണ്ട് അതിനെ ജയിലിൽ ഇടിപ്പിക്കുമെന്ന് പറഞ്ഞു വെച്ചിരിക്കുക. അതൊക്കെ ഇപ്പം ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ്. കാരണം എനിക്ക് സംസാരിക്കാൻ പറ്റി. കുട്ടിയുമായിട്ടല്ല, കുട്ടിയുമായി വേണ്ടപ്പെട്ട ആരുടെ. അപ്പം ഓർത്തോണം, ഞാൻ പേരോ കാര്യമോ ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല. എനിക്കൊരു കോള് പോലും വന്നില്ല ടീച്ചർ അല്ലെങ്കിൽ ദീപ്തി നിങ്ങൾ ആരെ പറ്റിയാണ് ഈ പറയുന്നതെന്ന്. എന്നിട്ട് പോലും വേണ്ടപ്പെട്ടവര് ഡയറക്റ്റ് ഈ കൊച്ചിന്റെ അടുത്ത് നേരം വെളുത്തപ്പോഴത്തേക്ക് ചെന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇവർക്ക് അറിയാവയാഞ്ഞിട്ടാ? ഇവർക്കെല്ലാം അറിയായിരുന്നു. അപ്പം ഇതില് ഇടപെട്ട ഒരു വ്യക്തിനെ ഞാൻ നേരിട്ട് വിളിച്ച് സംസാരിച്ചപ്പോൾ അവരുടെ വായിൽ നിന്ന് തന്നെയാണ് ഞാൻ കേട്ടത്. ഞങ്ങൾക്ക് 1 മാസം മുന്നേ അറിയായിരുന്നു, എന്തിനാ അത് വീഡിയോ ഇട്ടത്, ഇത് പ്രശ്നമല്ലേ. അപ്പം ചിലർക്കൊക്കെ ഇതൊരു പ്രശ്നമാകും, അവരുടെ ജോലിക്ക് അത് പ്രശ്നമാകുമെന്ന് കണ്ടവരെല്ലാം കൂടെ ചേർന്ന് എനിക്കെതിരെ അവിടെ വലിയ വലിയ പ്ലാനിങ് നടക്കുന്നുണ്ട്. ഒന്നീ ഞാൻ കാട്ടിക്കയറരുതെന്നായിരിക്കും, അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുക്കരുതെന്നായിരിക്കും. ഇതൊന്നും അല്ലെങ്കിൽ ഒരു കൊച്ചിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞിട്ടായിരിക്കും. അപ്പൊ ഇതിന്റെ അമ്മ എന്നെ വിളിച്ചു. അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഇതുപോലെ ഇന്ന ആൾക്കാർ വന്ന് പറഞ്ഞു, ചേച്ചി വീഡിയോ എടുത്തിട്ടു, എൻ്റെ കൊച്ചിൻ്റെ ഞങ്ങളുടെയൊക്കെ ഫോട്ടോ എല്ലാം കൂടെ ഉൾപ്പെടെ ചേച്ചി വീഡിയോ എടുത്തിട്ടേന്ന് അവർ പറഞ്ഞു. കാരണം ഈ ഒരു ഫാമിലി, ഈ പറഞ്ഞ ഫാമിലിക്ക് ഫോണോ കാര്യങ്ങളോ ഒന്നുമില്ല, അവർ വീഡിയോ കാണുന്നവരല്ല. ഈ കൂട്ടത്തിൽ ഏറ്റവും കാര്യങ്ങൾ അറിയാത്ത വ്യക്തികളില്ലേ, തിരിച്ചറിവ് കുറവുള്ള വ്യക്തികളില്ലേ, അപ്പം അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ പറഞ്ഞ് പറ്റിച്ചു വെച്ചിരിക്കുക. അതായത് പിന്നെ ഉടനെ പോലീസ് വരും, കൊച്ചിനെ പിടിച്ചിട്ട് പോകും, അങ്ങനെ ഇങ്ങനെ ഇഷ്ടംപോലെ ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ വേണേൽ അതിൻ്റെ അമ്മയുടെ വേണമെങ്കിൽ പരാതി എടുക്കണമെങ്കിൽ എടുക്കാവുന്നതേ ഉള്ളൂ. എന്താ അപ്പം ഇതിൽ പറയുന്ന ഒരു കാര്യം, ഈ പറയുന്ന അതോറിറ്റീസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് ഈ കാര്യങ്ങൾ അറിയായിരുന്നുവെന്ന്, 1 മാസത്തിന് മുന്നേ അറിയായിരുന്നുവെന്ന്. അവരറിഞ്ഞിട്ടും അവരെന്തുകൊണ്ട് അവർ മിണ്ടാതിരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷമാണ് ഈ പറയുന്ന ദീപ്തിയെ കോൺടാക്ട് ചെയ്തിട്ട് പറയുന്നത് എന്തിനാണ് വീഡിയോ ചെയ്തത്, ശരിക്കും ഞങ്ങൾക്ക് ഇത് 1 മാസത്തിന് മുന്നേ അറിയായിരുന്നു എന്നൊക്കെയുള്ള ഡയലോഗ്. എന്നിട്ടും ഇവർ ഇത്ര ഇറസ്പോൺസിബിൾ ആയിട്ട് എന്തുകൊണ്ട് പെരുമാറുന്നതെന്ന് അറിയത്തില്ല. ഒന്നാലോചിച്ച് നോക്ക്, ഇത്രയും അധികാരികളായിട്ട് ഇരിക്കുന്ന ആൾക്കാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ എതിരെ ആക്ഷൻ എടുക്കണം അല്ലേ. അതായത് വളരെ മൈനറായിട്ടുള്ള ഒരു കുട്ടി പ്രഗ്നന്റ് ആയതിൻ്റെ ഒരു വിഷയമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ലീഗൽ നടപടിയും കാര്യങ്ങളും നോക്കിയിട്ട് മുന്നോട്ട് തന്നെ പോകണം. അല്ലാതെ ഇവരെ അറിഞ്ഞു വെച്ചിട്ട് ഇവർ മിണ്ടാതിരിക്കുമായിരുന്നു പറയുന്നതിനകത്തോട്ട് ഒരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയുന്നത് ഇവർ ഫോട്ടോയും കാര്യങ്ങളും ഒന്നും ഇട്ടിട്ടില്ല, ഇവർ ഐഡന്റിറ്റിയെ വെളിപ്പെടുത്തിയിട്ടില്ല എന്ന്. പക്ഷേ ഇവർ ഐഡന്റിറ്റിയിലോട്ട് ലീഡ് ചെയ്യുന്ന രീതിയിലായിരുന്നു ഇവരുടെ സംസാരം രീതിയല്ല ഈ പറയുന്ന ദീപ്തിയുടെ. അതായത് ആദ്യത്തെ വീഡിയോയ്ക്കകത്ത് അത് വ്യക്തമാണ്. അതൊക്കെ സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ കുട്ടി ആരാന്ന് തപ്പിപ്പിടിക്കും. എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ മെനക്കെട്ടിരുന്ന് കുത്തിയിരുന്ന് ആ കുട്ടി ആരാന്ന് വരെ ഇരുന്ന് തപ്പിപ്പിടിക്കുന്ന കാലമാണത്. അപ്പം നിങ്ങളുടെ ഭാഗത്തും ആ ഒരു കാര്യത്തിൽ ഒരു തെറ്റുണ്ട്. അപ്പം നിങ്ങൾ ഇതിനകത്ത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു പ്രസക്തിയില്ല. അങ്ങനെ തന്നെ ഞാൻ പറയത്തുള്ളൂ. എന്തായാലും അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഭയങ്കര വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അവർ വീഡിയോ ഇട്ടതിൽ ഒരു പ്രയോജനമായിട്ടുണ്ട്. ഇപ്പം അവർ നല്ല രീതിയിൽ ആക്ഷനും കാര്യങ്ങളൊക്കെ എടുക്കാമെന്നൊക്കെയുള്ള രീതിയിലാണ് പറഞ്ഞിട്ട് പോയേക്കുന്നതെന്നാണ് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇനി ഈ പറയുന്ന ദീപ്തിക്ക് അവിടെ പോയിട്ട് വീഡിയോ എടുക്കാൻ ഇവർ സമ്മതിക്കുകയോ അല്ലെങ്കിൽ ഇനി കാർഡിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഇവർ സമ്മതിക്കുമോ എന്നുള്ള കാര്യത്തിൽ അറിയത്തില്ല. അതിനെയാണ് ഈ പുള്ളിക്കാരത്തി പറയുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ വേറൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനെ പറ്റിയിട്ട് ഇവർ സംസാരിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ പെൺകുട്ടിയുടെ വിഷയം ഇങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ എന്തെങ്കിലും ഇഷ്യൂസ് ആക്കാനോ ചാൻസ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചാൻസ് കാണും. കാര്യം ഈ ഒരിക്കലും ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം വന്ന് നമ്മൾ വീഡിയോയ്ക്കകത്ത് പറയേണ്ടാത്ത ഒരു കാര്യങ്ങളാണിത്. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളെ പറ്റിയിട്ടാണ് ഈ ഒരു വിഷയം സംസാരിച്ചിരിക്കുന്നത്.
അപ്പം എന്തായാലും മേ ബി അതിൻ്റെതായിട്ടുള്ള പണി മിക്കവാറും ഇവർക്ക് കൊടുക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതാണ് പുള്ളിക്കാരത്തി അങ്ങോട്ട് ഇത് ഡയലോഗ് അടിക്കുന്നത്. അപ്പം ഞാൻ അതിൻ്റെ അമ്മയോട് ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, ചേച്ചി നിങ്ങൾക്ക് തോന്നുന്നു, അതും എന്നെ ചേച്ചി എന്ന് വിളിക്കും, ഞാനും എന്നെ ചേച്ചി എന്ന് വിളിക്കുന്നത്. ഞാൻ ചോദിച്ചു, ചേച്ചി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ നിങ്ങളുടെയോ കൊച്ചിൻ്റെയോ പേര് പുറത്ത് പറഞ്ഞ് ഞാൻ നിങ്ങളെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല ചേച്ചി, നിങ്ങൾ അങ്ങനെ ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം, എത്ര നാളുമായിട്ട് നമ്മൾ കാണുന്ന, പക്ഷെ ഇവരെല്ലാം പറയുന്നത് നിങ്ങൾ ഫോട്ടോ എടുത്തിട്ടു അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, കുഴപ്പമില്ല, ഒരു കാര്യം ചെയ്യും, ഞാൻ വീഡിയോ കാണാനുള്ള ഏർപ്പാട് ചെയ്യാം, പക്ഷെ വീഡിയോ കണ്ടിട്ട് എന്നോട് പറയണം എവിടെയാണ് ഞാൻ നിങ്ങളുടെയോ നിങ്ങളുടെ ഭർത്താവിൻ്റെയോ നിങ്ങളുടെ കൊച്ചിൻ്റെയോ ആരുടെയെങ്കിലും പേര് പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. ഇത് 1. 2, നമ്മൾ ഈ വീഡിയോ ഇട്ടതുകൊണ്ട് ഈ പറഞ്ഞ പോലെ അധികാരികൾ വന്നു നോക്കി. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, ഇതുവരെയുള്ള കാര്യത്തിൽ എനിക്ക് ചിലപ്പോൾ ഒരു പണി കിട്ടുമായിരിക്കും, പക്ഷേ നമ്മൾ ചെയ്തതാണ് ശരി, നമ്മുടെ വീഡിയോ ആയിരുന്നു ശരി. അവർ വേണ്ട നടപടികൾ എടുത്തിട്ടുണ്ട്. വേണ്ട നടപടി എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്, നമ്മളായിരുന്നു ശരി. അപ്പൊ ഇനി അവരെന്ത് നടപടി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട്, ഈ ഒരു കേസിന് വേണ്ടിയിട്ട് എത്ര നടപടി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതുമായി ഇടപെട്ട പുള്ളിക്കാരിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, നിങ്ങൾ വീഡിയോ കണ്ടിട്ടാണോ ഇവർക്കൊക്കെ ഇങ്ങനെ പറഞ്ഞ് തെറ്റായ ഇൻഫർമേഷൻ കൊടുത്തത്? ഞാൻ എവിടെയാ കൊച്ചിന്റെ പേര് പറഞ്ഞു, മാത്രമല്ല നിങ്ങൾ എങ്ങനെയാ കറക്റ്റ് ആ വീട്ടിൽ ചെന്നതെന്ന് ചോദിച്ചു. അല്ല ഈ വീട്ടിൽ പോയത് ഞാൻ വേറൊരു കുട്ടിയെ പറ്റിയാ അറിഞ്ഞില്ലേ, നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു. അത് ഞങ്ങൾക്കെല്ലാം നേരത്തെ അറിയാവുന്ന, 1 മാസം മുന്നേ അറിഞ്ഞതാ. അവരോടും എല്ലാം ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ ആരോടാണോ ഇത് പറയണമെന്ന് എനിക്ക് പറഞ്ഞു തന്നത് ആ വ്യക്തികൾക്കൊക്കെ ഇക്കാര്യം അറിയാമായിരുന്നു. പിന്നെ ഞാൻ എന്തിനാ അവിടെ പറയണം? ഓക്കെ, അപ്പോൾ ഈ പറയുന്ന അധികാരികൾ തന്നെ അവരെ നല്ല രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ഈ കുട്ടിയുടെ വീട്ടുകാരെ ശരിക്കും ദീപ്തി ഫോട്ടോസ് റിവീൽ ചെയ്തു, എന്നിട്ട് പണ്ടേ പറഞ്ഞതല്ലേ ഇവരുടെ കൂടെ ഒന്നും ഇങ്ങനെ സഹകരിക്കരുത്, എടുക്കരുത്, അങ്ങനെയൊക്കെയുള്ളൊരു സംഭവങ്ങളൊക്കെ പറഞ്ഞു എന്നാണ് പറയുന്നത്. ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ടും നമ്മുടെ അധികാരികളൊക്കെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കോമഡി വന്നതായി. പിന്നെ എന്താണ് ഇവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ അവിടെ പണി? ഇതിനെയൊക്കെ പറ്റിയിട്ടല്ലേ ശരിക്കും പറഞ്ഞാൽ ചർച്ച ചെയ്യേണ്ടത്. ഇതാരാണ് എന്താണെന്ന് അറിഞ്ഞിട്ട് അതിനെതിരെ ആക്ഷൻ എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു വീഡിയോ കണ്ടിട്ട് മാത്രമാണ് റിയാക്ട് ചെയ്ത് ഇങ്ങനെ ഇതാക്കേണ്ടത്, അങ്ങനല്ല. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അറിഞ്ഞ സ്പോട്ടിൽ തന്നെ ആക്ഷൻ എടുക്കേണ്ട കേസാണിത്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ പറയുന്ന അതോറിറ്റീസിനെ പറ്റിയിട്ട് ദീപ്തി പറയണത്. ഞാൻ പറയട്ടെ, നമുക്ക് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എപ്പോഴും ലൈഫ് സ്റ്റൈൽ വ്ലോഗോ കാര്യങ്ങളൊന്നുമല്ല. എവിടെയാണോ നമുക്കൊരു മറുപടിയോ ഒരു ഉത്തരവോ, നമ്മളെവിടെ ഇപ്പം എനിക്കിപ്പം ഈ ഒരു ചാനൽ ഇല്ലായിരുന്നെങ്കിൽ ആരും ഒന്നും അറിയാണ്ട് പോയിട്ടുണ്ടായിരുന്നു കാര്യങ്ങൾ. അപ്പം എനിക്ക് എൻ്റെ വോയിസ് ഉയർത്താൻ എനിക്ക് പറയാൻ ഇവിടെ മാത്രമേ ഉള്ളൂ വഴി. പിന്നെ കുട്ടിയോട് ചിലർ പറയുന്നുണ്ടായിരുന്നു, കുട്ടിയോട് ഇഷ്ടം ഉണ്ടായിരുന്നേ നിങ്ങളത് അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുണ്ടായേനെ, ഇങ്ങനെ ഒരു വീഡിയോ ഇടത്തില്ല, ഈ വീഡിയോ ഇട്ട് നിങ്ങൾ കാശുണ്ടാക്കും. ഞാൻ കാശുണ്ടാക്കും, ഞാൻ വീഡിയോ ഇടും, ഞാൻ കാശുണ്ടാക്കും, ആ കാശ് ഞാൻ എനിക്ക് വേണ്ട പോലെ ചെയ്യാം. അതിനിപ്പോൾ എന്താ കുഴപ്പം? അതിനിപ്പോൾ എന്താ പ്രശ്നം? ഞാൻ യൂട്യൂബ് ചാനൽ വെറുതെ നടത്തുന്നത് ഞാൻ മറ്റേ നേർച്ച ഇട്ടേക്കുന്നതല്ല, ഞാൻ ആഴ്ചയിലും മാസത്തിൽ ഇത്ര വീഡിയോ ഇട്ടേക്കാവെന്ന്. ഞാൻ വീഡിയോ ഇടുന്നുണ്ട്, അതിൻ്റെ പൈസയ്ക്ക് തന്നെയാണ് ഈ കാട്ടി കൊടുക്കുന്നതും അവിടെ കൊടുക്കുന്നതും നാട്ടിൽ കൊടുക്കുന്നതും. ആ കൂട്ടത്തിലാണ് എൻ്റെ കാര്യം കഴിഞ്ഞു പോകുന്നത്. ഞാൻ മാത്രമല്ല, ഈ റിവ്യൂ ഇടുന്നവരും എല്ലാവരും പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല യൂട്യൂബിൽ വീഡിയോ എടുത്തിരുന്നത്. അല്ലാണ്ട് സമൂഹത്തിനൊരു സേവനം എന്ന നിലയ്ക്കല്ലല്ലോ ആരും വീഡിയോ എടുത്തിരുന്നത്. അപ്പോൾ സമൂഹത്തിന് ഒരു സേവനം എന്നുള്ള രീതിയിലല്ല ആരും വീഡിയോ ഇടുന്നതെന്ന്. ഞാൻ ഒരു കാര്യം പറയാം, യൂട്യൂബ് ചാനൽ നടത്തുന്നവരാരും കണ്ടവൻ്റെ കുടുംബം നന്നാക്കാൻ വേണ്ടിയിട്ടല്ല, സ്വന്തമായിട്ട് പൈസ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഈ പറയുന്ന ദീപ്തി ആയാൽ പോലും പൈസ എന്ന് പറയുന്ന ഒരു സാധനമാണ് മെയിനായിട്ടൊരു സാധനം. ഇവരും പൈസയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. ഇവർ കിട്ടുന്ന പൈസ ഇവർ പറയുന്നുണ്ട്, ഇവർ പകുതി അവർക്കൊക്കെ ചിലവാക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ ശരിയാണ്, നല്ലതാണ്. പക്ഷേ ഇവരതിനകത്ത് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, എല്ലാ ആൾക്കാരും സാമൂഹ്യ പ്രവർത്തനം ചെയ്യണം എന്നുള്ള രീതിയിൽ വെച്ചിട്ടൊന്നും അല്ല ഈ ഒരു സാധനം തുടങ്ങുന്നതെന്ന്. അത് കറക്റ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിനകത്ത് ഞാൻ 100% യോജിക്കുന്നു. പിന്നെ ഈ പറയുന്ന നിങ്ങളെല്ലാവരുടെയും ഒരു ചിന്ത കാണുമായിരിക്കും, ഈ പറയുന്ന ദീപ്തി കിട്ടുന്നത് മുഴുവനും ഇവർ എല്ലാവർക്കും വേണ്ടി സഹായിച്ച് നാടിന് നന്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് അങ്ങനെ നടക്കുന്ന ആണ്, ഇതിനു വേണ്ടി മാത്രം ജീവിതം മാറ്റി വെച്ചിരിക്കുക. അങ്ങനെയൊന്നുമല്ല. എല്ലാവർക്കും പേഴ്സണൽ ബെനിഫിറ്റ് ഉണ്ട്. അത് ആദ്യം കോമൺ സെൻസ് ഉള്ളവരെ ആദ്യമേ മനസ്സിലാക്കുക. അവരിത് കാണിച്ചിട്ടായാലും അവരുടെ കണ്ടന്റാണത്, മനസ്സിലായ? അവരുടെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നതാണ് ഈ ഒരു കാർഡും കാര്യങ്ങളും എല്ലാം. അവരത് കാണിച്ചിട്ട് അവരൊരു ഡിഫറെൻറ്റ് രീതിയിൽ അവരത് കാശ് ഒപ്പിക്കുന്നു. പക്ഷെ അവരൊപ്പിക്കുന്നതിനകത്ത് പകുതി അവർ എന്താണെന്ന് വെച്ചാൽ അവരവിടെ ചിലവാക്കുന്നുണ്ടെന്നും അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് വന്നിരുന്ന നെഗറ്റീവ് കമൻറ്റ് ഇടുന്നതിന് മുന്നേ നിങ്ങൾ ആലോചിക്കുക, ഇതെല്ലാവർക്കും ഗുണങ്ങളുള്ള ഏർപ്പാടാണ്. പൈസയാണ് എല്ലാവർക്കും മെയിൻ, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമല്ല. എന്തായാലും ഇവർ വീഡിയോ ഇട്ടതിൽ ഗുണം ഉണ്ടായിട്ടുണ്ട്. ആ പറയുന്ന പെൺകുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്തു കൊടുക്കും. അത് മാത്രമല്ല ലീഗലി ആക്ഷൻ എടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അതോറിറ്റീസിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ചിരിയാണ് വരുന്നത്. കാര്യം 1 മാസത്തിന് മുന്നേ അവർ ഈ കേസ് അറിഞ്ഞിട്ടും അവർ കാണിച്ച സൈലൻസ് ആണ് നമ്മളെ എല്ലാവരെയും അതിശയിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.